ദൈവനാമത്തിന് മഹത്വം. 2026 ജനുവരിയിലെ ആദ്യ ഈ ഞായറാഴ്ച അല്പ നിമിഷങ്ങൾ ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ ദൈവം തന്ന ഈ സമയത്തിനായി സ്തോത്രം കരയറ്റുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 28. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച് കൊടുക്കുന്ന 5 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് നിങ്ങൾ ഭൂമിയിൽ നിറയുക. നിങ്ങൾ ഭൂമിയിൽ നിറയുക എന്ന് പറയുമ്പോൾ അത് തലമുറയോടുള്ള ബന്ധത്തിലെ അനുഗ്രഹമാണ്. എന്നാൽ നമുക്ക് ആ വാക്കിനെ അല്പം കൂടെ അർത്ഥമായി ചിന്തിക്കുമ്പോൾ കേവലം തലമുറയായിട്ടുള്ള ഒരു നിറവിൽ ഉപരിയായി നിങ്ങൾ ഭൂമിയെ സ്വാധീനിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യു ഇൻഫ്ലുവൻസ് ദി എർത്ത്. നമുക്കെങ്ങനെ ഭൂമിയെ സ്വാധീനിക്കുവാൻ കഴിയും? തീർച്ചയായും ഇവിടെ ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് തരുന്ന തലമുറകൾ അത് ഭൂമിക്കൊരു നിറവ് തന്നെയായിരിക്കും. അബ്രഹാമിലൂടെ ദൈവം ഒരു ഇസഹാക്കിനെ മാത്രമല്ല കൊടുത്തത്, തലമുറയായിട്ടുള്ളൊരു വാഗ്ദത്തത്തിൻ്റെ നിറവാണ്. അതുപോലെ നമുക്കും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. രണ്ടാമതായി, നമ്മളുടെ ജീവിതം ഈ ലോകത്തിന് ഭൂമിക്കൊരു ഇൻഫ്ലുവൻസ് ആക്കുക. ദൈവത്തിൻ്റെ ഗുണങ്ങൾ എഫേസ്യ ലേഖനം 3:19 വായിക്കുമ്പോൾ ദൈവിക ഗുണങ്ങളിൽ ദൈവത്തിൻ്റെ നിറവോളം നമ്മൾ നിറഞ്ഞു വരിക. ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മിൽ പകർന്നിരിക്കും. അത് ആ സ്നേഹം, ആ കൃപകൾ, കരുണ ഈ ഭൂമിയെ സ്വാധീനിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. അടുത്തതായി യെശയ്യാപ്രവചനം 60-ന്റെ 1-2 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ഭൂമി അന്ധകാരത്താൽ മൂടിയിരിക്കുന്നു. മത്തായി സുവിശേഷം 5:14 നാം കാണുമ്പോൾ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ നാം ലോകത്തിന്റെ വെളിച്ചം, നാം വെളിച്ചമായി ഈ ഭൂമിയെ സ്വാധീനിക്കുക. അടുത്തതായി എഫേസ്യ ലേഖനം 5:18 വായിക്കുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഒരു കൽപ്പനയാണ്, ഒരു ഉപദേശമാണ്. നാം ആത്മാവിൽ നിറയുക. നമ്മുടെ ആത്മാവിലുള്ള നിറവിൻ്റെ ജീവിതം ഈ ഭൂമിയെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ സ്വാധീനിക്കുവാൻ ഇടയായി. അപ്പോൾ തന്നെ ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ നിറയുക. നാം നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുമ്പോൾ ദൈവം തന്നെ മഹത്വത്തെ ഈ ഭൂമണ്ഡലത്തിലേക്ക് പകരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ പുത്രസമ്പത്തുകളെ കൊണ്ട് നിറയ്ക്കുന്നതല്ല ഇതിലെ മെസ്സേജ്. നമ്മുടെ ജീവിതം ഈ ഭൂമിയുടെ നിറവിന് കാരണമായി തീരട്ടെ. നാം ദൈവിക കൃപകളിൽ ജീവിച്ച് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കും.